ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന മഴതോരും മുമ്പിലെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരും കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു കൂടുതൽ ബോറാക്കുന്നില്ല, നമ്മുടെ കഥയിലേക്ക് തന്നെ നമുക്ക് കടക്കാം. അങ്ങനെ അലീനയെ സേഫ് ആയിട്ടുള്ള കരങ്ങളിൽ തന്നെ എത്തിക്കാൻ പോവുകയാണ് ആര്? നമ്മുടെ ബ്രിജിത്താമ്മ. അപ്പം ബ്രിജിത്താമ്മ ഇന്ന് പോയതൊക്കെ നിങ്ങൾ കണ്ടു കാണും ആരുടെ വീട്ടിലാണെന്ന്. അത് നമ്മുടെ അലീനയുടെ അപ്പൂപ്പനാണ് കേട്ടോ. ഏതായാലും അപ്പൂപ്പനാണ് അലീനയെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിജിത്താമ്മയെ ഏൽപ്പിച്ചതും അങ്ങനെ നമ്മുടെ അലീനയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നതും ഈ ഒരു അപ്പൂപ്പൻ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരൻ വലിയൊരു സമ്പന്നനാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് സമ്പന്നനാണെങ്കിലും സ്വന്തം കൊച്ചുമോളെ ആണല്ലോ അനാഥാലയത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിൽ കുറെ കഥകളൊക്കെ ഉണ്ട്. വെറുതെ ഒരു കൊച്ചുമോളെ കൊണ്ടുപോയി അനാഥാലയത്തിൽ ആർക്കും നിർത്തേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വലിയ കഥ കാണുമല്ലോ. ആ കഥയിലേക്കൊക്കെയാണ് കടക്കാൻ പോകുന്നത്. അങ്ങനെ ആദ്യമൊക്കെ പരിക്കരായിട്ടാണ് സംസാരിച്ചതെങ്കിലും അയാള് നമ്മുടെ അനാഥാലയത്തിലേക്ക് സ്നേഹനികേതനിലേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ വന്ന് തൻ്റെ കൊച്ചുമോളെ കാണണം, അതുപോലെ തന്നെ കൊച്ചുമോളെ സേഫ് ആക്കണം, അതിനുവേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഇന്നിപ്പോ നമ്മുടെ മനുശങ്കറിനെ കണ്ടായിരുന്നു. മനുശങ്കർ കേട്ടോ നമ്മുടെ കഥയിലെ നായകന്. അപ്പം മനുശങ്കർ ചോദിക്കുന്നുണ്ട് അത് ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടപ്പെട്ട ആള് തന്നെയാണ്, നമ്മുടെ കുടുംബവുമായിട്ട് വളരെയധികം വേണ്ടപ്പെട്ട ആള് തന്നെയാണെന്നാണ് ആര് പറയുന്നത്? പുള്ളിക്കാരൻ പറയുന്നത്, അതായത് നമ്മുടെ അലീനയുടെ അപ്പൂപ്പൻ പറയുന്നത്. പുള്ളിക്കാരന്റെ പേര് കുഞ്ഞിരാമൻ മേനോൻ എന്നാണ്. അപ്പൊ പുള്ളിക്കാരൻ ഒന്നും വിട്ടു പറയുന്നില്ല കേട്ടോ മനുശങ്കറിനോട്. നമുക്ക് വേണ്ടപ്പെട്ട ആള് തന്നെയാണ്, വേണ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഞാൻ പോകാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ ഇതാരാണ് എന്ന് ഇപ്പൊ നമ്മുടെ മനുശങ്കറിനോട് പറയുന്നില്ല. പക്ഷെ പതിയെ നമ്മുടെ മനുശങ്കറിനോട് എല്ലാം പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുശങ്കറെ നമ്മുടെ അലീനയുടെ മുറച്ചെറുക്കനായിട്ട് വരുമ്പം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ബന്ധം എങ്ങനെ വരുമെന്ന്. അപ്പൊ അങ്ങനെ നമ്മുടെ കുഞ്ഞിരാമൻ മേനോൻ എന്ന് നമുക്ക് പറയാം അല്ലേ. കുഞ്ഞിരാമ മേനോൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് നീണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മേനോൻ നേരെ പോകുന്നത് ഈ അനാഥാലയത്തിലേക്ക് തന്നെയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് അനാഥാലയത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ രേവതീനെയൊക്കെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ രേവതീനെയൊക്കെ മാറ്റി, രേവതീനെ അതുപോലെ തന്നെ കുറച്ച് അവിടെയുള്ള അന്തേവാസികളെയൊക്കെ മാറ്റി പാർപ്പിച്ചു. പിന്നെ അവിടെ ഉള്ളത് ചിന്നുമോളാണ്. അപ്പൊ ചിന്നുമോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രേവതി എന്ത് ചെയ്യുന്നു. അപ്പൊ രേവതിയാണ് എപ്പോഴും, ആ രേവതി എന്ന് പറയുന്ന പെൺകുട്ടീനെ ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാലോ അല്ലെ, അവിടെ ഉണ്ടായിരുന്ന അലീനയുടെ ഒപ്പമുള്ള ആ പെൺകുട്ടി. അപ്പൊ രേവതി എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം രേവതിയുടെ കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയോ, എൻ്റെ മോളെയും ഇനി സേഫ് ആക്കണം, എനിക്ക് മോളെയും എവിടെയെങ്കിലും എത്തിക്കണം എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് അലീന വന്നിട്ട് അപ്പം മമ്മി ഇവളെയും പറഞ്ഞു വിടാൻ പോവുകയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പം പിന്നല്ലാതെ ഇവളെയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ എനിക്ക് എത്തിക്കണം, ദൈവം എനിക്കിനി വിധിച്ചിരിക്കുന്നത് എത്ര ആയുസാന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തിനാ മമ്മി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മമ്മിക്ക് ആയുസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ മമ്മിയോട് ഞാൻ പറഞ്ഞതാ നമുക്ക് അസുഖത്തിന് ചികിത്സിക്കാന്ന്. അതും മമ്മി കേൾക്കില്ല. അസുഖത്തിന് ചികിത്സിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ, അതൊക്കെ പാഴ്ചെലവാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഏതായാലും മോളുടെ കാര്യം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. മോളെ കാണാൻ വേണ്ടി ഇന്നൊരാൾ വരും. ഏതായാലും മോളെ ഞാൻ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് വിടാൻ പോകുന്നത് എന്ന് അലീനോട് പറഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാരണം ബ്രിജിത്തമ്മേനെ പിരിയുന്നതിന്റെ വിഷമമാണ് ഉള്ളത്. ഏതായാലും ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ കുഞ്ഞിരാമൻ മേനോൻ വരുന്നത്. അങ്ങനെ കുഞ്ഞിരാമൻ മേനോൻ വരുന്നു. വന്ന ഉടനെ തന്നെ നമ്മുടെ ബ്രിജിത്താമ്മ ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ കുഞ്ഞിരാമമ്മേനോട് പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, നിങ്ങൾ വരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇന്നലെ പറഞ്ഞതൊക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞപ്പം അലീനയെ ഞാൻ എവിടെയെങ്കിലും ഉപേക്ഷിക്കേണ്ടി വരുന്ന ഞാൻ ഓർത്തത്. അവള് നല്ലതുപോലെ ജീവിക്കുന്നത് കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചെറുപ്പത്തില് നിങ്ങളാണ് എൻ്റെ കയ്യിൽ അവളെ കൊണ്ടുവച്ച് തന്നത്. അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഈ അനാഥാലയത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാനും നിങ്ങൾ നന്നായി ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നല്ല മനസ്സുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണമെങ്കിൽ എന്തും ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ആ കുഞ്ഞിനെ നിങ്ങൾ ഇത്രയും നാളും എന്തെങ്കിലുമൊക്കെ തന്ന് നിങ്ങൾ ആ കുഞ്ഞിനെ വളർത്താൻ ശ്രമിച്ചില്ലേ, എൻ്റെ കയ്യിലാണെങ്കിലും ഏൽപ്പിച്ചില്ലേ. അത് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും കുഞ്ഞിരാമ മേനോൻ ചോദിക്കുന്നത് അല്ല അവൾ എന്തി, ഞാൻ വരുന്നത് അറിഞ്ഞോ, ഞാൻ ആരാണെന്ന് നമുക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പം ഒരിക്കലും ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല,
അവളുടെ ജീവിതകഥയൊന്നും അവൾ എന്നോട് ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ചോദിക്കുന്ന ഒരു കുട്ടിയല്ല. അവളുടെ അച്ഛൻ ആരെന്നോ അമ്മ ആരെന്നോ അവൾക്ക് ബന്ധുക്കളുണ്ടോന്നോ ഒന്നും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. അവളുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം ഞാനും ഇവിടുത്തെ അന്തേവാസികളും ഒക്കെ തന്നെയാണ്. അവള് അല്ലാതെ അതിനപ്പുറം വേറൊരു ലോകം അവൾക്കില്ല. പിന്നെ എല്ലാ കാര്യത്തിലും അവൾ പെർഫെക്റ്റ് തന്നെയാണ്. ഒരു കുടുംബം നോക്കാനാണെങ്കിലും കുട്ടികളെ നോക്കാനാണെങ്കിലും അത് വയസ്സായവരെ നോക്കാനാണെങ്കിലും ക്ഷമയും അതുപോലെ തന്നെ മര്യാദയും ഉള്ളൊരു നല്ലൊരു പെൺകുട്ടി തന്നെയാണ് അവള് നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നു നിങ്ങൾ പേടിക്കേണ്ട, ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല. പക്ഷെ അവള് സേഫ് ആയിരിക്കണം. നിങ്ങളുടെ കൈകളിൽ അവള് സേഫ് ആണെന്ന് എനിക്കറിയാം. ഇനി അറിയാലോ, ഇനി എത്ര ദിവസം എനിക്കുണ്ടെന്ന് അറിയില്ല. ഈ കാണുന്ന ഒരു ശരീരം മാത്രമേ എനിക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഉള്ള സംഭവങ്ങളൊക്കെ ദ്രവിച്ച് തീരാറായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഗതി കെട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ലായിരുന്നു. നിങ്ങൾക്ക് ഞാൻ വാക്ക് തന്നതാണ് ഈ കുട്ടിയുമായിട്ട് ഇനി യാതൊരു ബന്ധവും നിങ്ങളുമായിട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ വാക്ക് തന്നതാണ്. പക്ഷെ ആ വാക്ക് എനിക്ക് തെറ്റിക്കേണ്ടി വന്നതിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അലീനയെ കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അലീനയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അലീന ചോദിക്കുന്നുണ്ട് ഇതാരാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഏതായാലും അലീനയോട് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നാളെ പറയുന്നത് കാണിക്കുന്നില്ല. ഇനിയിപ്പം അലീനയോട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടാണോ ഇനിയിപ്പം കുഞ്ഞിരാമന്റെ കൂടെ പറഞ്ഞയക്കുക എന്നും അറിയില്ല. കുഞ്ഞിരാമ മേനോൻ, ഏതായാലും കുഞ്ഞിരാമ മേനോന്റെ വീട്ടിലേക്കല്ല നമ്മുടെ അലീന പോകുന്നത്. അലീനയുടെ അമ്മയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അച്ഛന്റെ വീട്ടിലേക്ക് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഈ കുഞ്ഞിരാമൻ മേനോൻ അലീനയുടെ അപ്പൂപ്പനാണ്. അപ്പം കുഞ്ഞിരാമ മേനോൻ ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ കാണുമല്ലോ. അപ്പം അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് കാണും. മകള് അല്ലെങ്കിൽ മകൻ അതിന്റെ അവിഹിതത്തിലുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ. അതായത് വിവാഹത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിലുള്ള കുഞ്ഞാണ്. അത് ചിലപ്പോൾ കുഞ്ഞിരാമ മേനോന്റെ മകളുടെ കുഞ്ഞായിരിക്കാം അല്ലെങ്കിൽ മകന്റെ കുഞ്ഞായിരിക്കാം. അപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലെ. അപ്പൊ ഞാനത് കൺഫേം പറയാത്തത് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ കുഞ്ഞിരാമ മേനോന്റെ മകളുടെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞ് അല്ലെങ്കിൽ മകന്റെ, ഏതാണെങ്കിലും എനിക്ക് തോന്നുന്നു മകളുടെ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിലല്ലേ നമ്മുടെ മനുശങ്കർ മുറച്ചെറുക്കനായിട്ട് വരത്തുള്ളൂ. നമ്മൾ ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഏതായാലും അങ്ങനെ ആയിരിക്കാം. അപ്പന്റെ പെങ്ങളുടെ മകളോ അങ്ങനെയല്ലേ മുറച്ചെറുക്കനും ആ ഒരു ബന്ധം. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കാം. ഈ പുള്ളിക്കാരന്റെ മകളുടെ മോള് തന്നെ ആയിരിക്കും. നമുക്ക് കൺഫേം ചെയ്യാതിരിക്കാം ഈ പറയുന്നത് നമ്മുടെ അലീന. ഏതായാലും ഇങ്ങനെയാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത്. നാളെ നേരെ അനാഥാലയത്തിൽ നിന്ന് തിരിക്കുകയാണ്. ഇനിയിപ്പം അനാഥാലയത്തിൽ ആരും ബാക്കിയില്ല. എല്ലാവരെയും ഓരോ സ്ഥലത്തേക്ക് നമ്മുടെ ബ്രിജിത്താമ്മ മാറ്റി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ കൂട്ടിച്ചേർത്തൊരു വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പം കൂടുതൽ അപ്ഡേഷൻ ഇങ്ങനെ ഇടാത്തത് ഇപ്പം കഥ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. നമ്മളും കൂടുതലായിട്ട് അപ്ഡേഷനൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ലെങ്ത് ആയിട്ടൊന്നും പറയാത്തത്. നമ്മൾ അറിയുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നാളെ ഫുൾ വിശേഷവുമായിട്ട് കറക്റ്റ് ഒരു 9 മണിയാകുമ്പോൾ തന്നെ ഞാൻ വരുന്നതായിരിക്കും. മിസ് ചെയ്ത് കളയരുതേ ഒരു എപ്പിസോഡുവേ. ഇനിയിപ്പോൾ കഥ തുടങ്ങിയതേ ഉള്ളൂ. സത്യത്തിൽ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. ഈ ബ്രിജിത്താമ്മയൊന്നും ഇനിയില്ല നമ്മുടെ കഥയിൽ. ഇനിയുള്ളതെല്ലാം പുതിയ കഥാപാത്രങ്ങളാണ്. നമ്മുടെ അലീന ചെല്ലുന്ന സ്ഥലമാണ് ഇനിയിപ്പോൾ നമ്മുടെ കഥയിലുടനീളം ഉള്ളത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.